നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡ്യൂറിങ് ആൻ ഇറവേഴ്സിബിൾ സൈക്കിളാണ്. റിവേഴ്സിബിൾ സൈക്കിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഇറിവേഴ്സിബിൾ സൈക്കിളിൻ്റെ സമയത്ത് എൻട്രോപ്പി ചേഞ്ച് എങ്ങനെയെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഹീറ്റ് എഞ്ചിൻ പഠിച്ചിട്ടുണ്ട്. റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനും പഠിച്ചു, ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനും പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ കൺസിഡർ ചെയ്യുക. റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലും T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലും ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസികൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2/Q1. പക്ഷേ നമുക്ക് എന്താ റെഡ്യൂസ് ചെയ്യാം? ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/T1 എന്ന് റെഡ്യൂസ് ചെയ്യാം. നിങ്ങൾ അടുത്തത് ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ഒക്കെ. ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ സെയിം ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ റിവേഴ്സിബിൾ ഹീറ്റ് ചെയ്യുന്ന റിവേഴ്സിബിൾ സൈക്കിൾ, റിവേഴ്സിബിൾ ഹീറ്റ് ചെയ്യുന്ന റിവേഴ്സിബിൾ സൈക്കിൾ. ആ കേസിൽ എഫിഷ്യൻസി ഈറ്റ ഡാഷ്, ഇത് ഈറ്റ ഡാഷ് കൊടുക്കും. ഈറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2/Q1 ആണ്. പക്ഷെ അതിന് നമുക്ക് എന്താ എഴുതാൻ പറ്റില്ല? 1 മൈനസ് T2/T1 എഴുതാൻ പറ്റത്തില്ല. റിവേഴ്സ് ആകുമ്പോഴേ അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഡെറിവേഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 മൈനസ് Q2/Q1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇതിന് ഇക്വേഷൻ 2 എന്ന് എടുക്കുക. ഇനി അടുത്തതായിട്ട് കാർനോട്ട്സ് തിയറം. എന്താണ് കാർനോട്ട്സ് തിയറം പറയുന്നത്? ഏതൊരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി അതായത് സെയിം ടെമ്പറേച്ചർ റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനേക്കാൾ കുറവായിരിക്കും. അല്ലെങ്കിൽ ഒരു ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിയും റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനേക്കാൾ കൂടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി ഈറ്റ ഡാഷ് ആണ്. ആ ഈറ്റ ഡാഷ് ആരെക്കാൾ ലെസ് ആയിരിക്കും? ഈറ്റയേക്കാൾ. കാരണം ഇതാണ് മാക്സിമം ഒക്കുന്ന ഹീറ്റ് എഫിഷ്യൻസി. അതിനേക്കാൾ ഒരിക്കലും കൂടാൻ പറ്റില്ല. സോ ഈറ്റ ഡാഷ് ഈസ് ആൾവേസ് ലെസ് ദാൻ ഈറ്റ. അത് കാർനോട്ട്സ് തിയറം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് Q2/Q1 ലെസ് ദാൻ 1 മൈനസ് T2/T1. 1 പോയി കഴിഞ്ഞാൽ മൈനസ് Q2/Q1 ലെസ് ദാൻ മൈനസ് T2/T1. ഇവിടുന്ന് Q2/Q1 ഗ്രേറ്റർ ദാൻ T2/T1. അതെങ്ങനെ സംഭവിച്ചു? ഇപ്പം നമുക്ക് -4 ലെസ് ദാൻ -2. മൈനസ് നെഗറ്റീവ് സൈൻ ഉള്ളപ്പോൾ -4 ലെസ് ദാൻ -2 ആണ്. ബട്ട് 4 ഗ്രേറ്റർ ദാൻ 2 ആണ്. തിരിച്ച് മൈനസ് ഉള്ളപ്പോൾ ഇത് കുറവും ഇത് കൂടുതലുമാണ്. മൈനസ് ഒക്കെ പോയി കഴിയുമ്പോഴോ 4 വലുത്. അപ്പം അതേപോലെ ഇവിടെ -Q2/Q1 ലെസ് ദാൻ -T2/T1 ആണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ മാറ്റി കഴിഞ്ഞാൽ Q2/Q1 ഈസ് ഗ്രേറ്റർ ദാൻ T2/T1. ഇവിടുന്ന് Q2/T2 ഗ്രേറ്റർ ദാൻ Q1/T1. അപ്പോൾ Q2/T2 ഗ്രേറ്റർ ദാൻ Q1/T1 എന്ന് എന്താക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത്? Q2/T2 ഗ്രേറ്റർ ദാൻ Q1/T1. Q1/T1 എന്താണ്? സോഴ്സിൽ നിന്നും അബ്സോർബ് ചെയ്തതാണ്. Q2/T2 സിങ്കിലേക്ക് കൊടുത്തതാണ്. അപ്പം വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് എന്തുമാത്രം സ്വീകരിക്കുന്നു അതിനേക്കാൾ കൂടുതൽ സിങ്കിലേക്ക് കൊടുക്കുന്നതിൻ്റെ അർത്ഥം.
അപ്പോൾ Q1/T1 എൻട്രോപ്പി ചേഞ്ച് ആണ്, ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ്. Q2/T2 ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ്. അപ്പോൾ സോഴ്സിൽ നിന്ന് പോയതിനേക്കാൾ കൂടുതൽ തിരിച്ചെന്ത് ചെയ്തു, സിങ്കിലേക്ക് കിട്ടി. സോഴ്സിൽ നിന്ന് പോയതിൽ നിന്ന് കൂടുതൽ ആരേക്ക് കിട്ടി, സിങ്കിലേക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തു. സോ ഇൻ ദിസ് കേസ് എൻട്രോപ്പി ഇൻക്രീസസ്. അപ്പോൾ റിവേഴ്സിബിൾ സൈക്കിളിന്റെ സമയത്ത് എൻട്രോപ്പി ചേഞ്ച് 0 ആയിരിക്കും. മറിച്ച് ഇറിവേഴ്സിബിൾ സൈക്കിളിന്റെ സമയത്ത് എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. സോഴ്സിന് എന്തുമാത്രമാണോ പോകുന്നത് അതിനേക്കാൾ കൂടുതൽ ആരൊക്കെ കിട്ടും, സിങ്കിലേക്ക് കിട്ടും. അതുകൊണ്ട് എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം ഇൻക്രീസസ്. ഇതാണ് ഇറിവേഴ്സിബിൾ സൈക്കിളിന്റെ കേസ്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ അറിയുള്ളൂ, റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ സങ്കല്പിക്കുക. അവിടെ നടക്കുന്ന റിവേഴ്സിബിൾ സൈക്കിൾ ആയിരിക്കും. അതിന്റെ എഫിഷ്യൻസി 1 - Q2/T1 എഴുതാം. റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ കേസിനകത്ത് എഫിഷ്യൻസി 1 - Q2/Q1 ആയിരിക്കും. അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 1 - Q2/T1 എഴുതാൻ പറ്റത്തില്ല. ഇപ്പൊ കാർനോട്ട്സ് തിയറം പറയുന്നത് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എല്ലായ്പ്പോഴും റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എല്ലായ്പ്പോഴും റിവേഴ്സിബിളിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ 1 - Q2/Q1 1 - Q2/T1 ലെസ് ആയിരിക്കും. -Q2/Q1 ലെസ് ദാൻ -Q2/T1. പക്ഷേ മൈനസ് മാറുമ്പോൾ തിരിച്ചാവും, Q2/Q1 ഗ്രേറ്റർ ദാൻ Q2/T1. അവിടെ Q2/T2 ഈസ് ഗ്രേറ്റർ ദാൻ Q1/T2. അതുകൊണ്ട് നമുക്ക് ഇനി എഴുതാം Q1/T1 ലെസ് ദാൻ Q2/T2, അല്ലെങ്കിൽ Q1/T1 മൈനസ് Q2/T2 ലെസ് ദാൻ 0. ടോട്ടൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. ടോട്ടൽ ചേഞ്ച് നെഗറ്റീവ് ആകാന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്ന് പോയതിനേക്കാൾ കൂടുതൽ സിങ്കിൽ കിട്ടി. അപ്പോൾ ഈ ടൈം വലുതാണ്. ഈ ടൈം വലുതായതുകൊണ്ട് എൻട്രോപ്പി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. എൻട്രോപ്പി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ സംശയം ഉണ്ടാവും, നെഗറ്റീവ് ആവുന്ന കേസ്, നെഗറ്റീവ് ആവുന്ന നോക്കേണ്ടത് നെഗറ്റീവ് ആവുന്ന കാരണം Q1/T1 സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്തതാണ്, Q2/T2 സിങ്കിലേക്ക് കൊടുത്താണ്. അപ്പം സോഴ്സിൽ നിന്ന് പോയതിനേക്കാൾ, സിസ്റ്റത്തിൽ നിന്ന് പോയതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു, തിരിച്ചു കിട്ടി. അപ്പോൾ തിരിച്ചു കിട്ടിയ അങ്ങനെയാണ് ഗ്രോപ്പ്. ഇതിനെ പോസിറ്റീവ് കിട്ടും, ഇതിന് നെഗറ്റീവ്, തിരിച്ചു കിട്ടിയാൽ നെഗറ്റീവ് കിട്ടും. അതുകൊണ്ടാണ് ലെസ് ദാൻ ചെയ്യുന്നത്. അപ്പം എൻട്രോപ്പി കൂടുതൽ തന്നെ മനസ്സിലാക്കണം. ഇതാണ് റിവേഴ്സിബിൾ സൈക്കിൾ. അടുത്ത കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നാലും ഒന്നോ രണ്ടോ സെന്റൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അടുത്ത ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോൾ എന്ത് വിളിച്ചു, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് നടക്കുന്നെങ്കിൽ, ഇറിവേഴ്സിബിൾ പ്രോസസ് നടക്കുന്നെങ്കിൽ എൻട്രോപ്പി ഇൻക്രീസസ്. എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഈ യൂണിവേഴ്സിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഇറിവേഴ്സിബിൾ പ്രോസസ് ആകുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. നമ്മൾ കണ്ടു, എൻട്രോപ്പി കൂടും. യൂണിവേഴ്സിലെ എല്ലാ പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ ആണ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഇൻക്രീസസ്. യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ്. അപ്പം ഇൻ an irreversible process entropy increases. The process taking place in the universe are mostly irreversible, hence entropy of the universe increases. This is known as principle of increase of entropy. Okay. Then next, available energy. Available energy and entropy. എന്താണ് അവൈലബിൾ എനർജി ആൻഡ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. അപ്പോൾ നടക്കുന്നത് സിമ്പിൾ തന്നെയാണ്. അപ്പോൾ
നമ്മളവിടെ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. മോസ്റ്റ് പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആണ്. എന്തുകൊണ്ടാണ് ഇറിവേഴ്സിബിൾ ആവാനുള്ള കാര്യം? കാരണം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്പേറ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്പേറ്റിംഗ് ഫ്രിക്ഷൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലൊരു ഡിസിപ്പേറ്റിംഗ് ഫോഴ്സ് അവിടെ നടക്കുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനർജിയുടെ ഒരു ഭാഗം എന്തിനു വേണ്ടി യൂസ് ചെയ്യപ്പെടും? ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യപ്പെടും. ഇപ്പോൾ നമ്മളതിന് ഒരു ടയർ മുമ്പോട്ട് ഉരുട്ടുന്നു. അപ്പോൾ ആ ടയർ മുമ്പോട്ട് ഉരുണ്ട് പോകുന്ന സമയത്ത് അവിടെ ആ റോഡുമായിട്ട് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ ആ മോഷൻ ഓപ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കും? ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ആ ടയർ പോയി സ്റ്റോപ്പ് ആവും. അപ്പോൾ അതേപോലെ ഇവിടെ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ ആയതുകൊണ്ട് കാരണം തന്നെ ഡിസിപ്പേറ്റിംഗ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. ആ ഡിസിപ്പേറ്റിംഗ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എനർജിയുടെ ഒരു ഭാഗം ആ ഡിസിപ്പേറ്റിംഗ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് അത് ഹീറ്റായിട്ടോ മറ്റെന്തെങ്കിലും രൂപത്തിലേക്ക് മാറും. അപ്പോൾ ആ എനർജി നമുക്ക് പിന്നെ കിട്ടത്തില്ല, തിരിച്ചു കിട്ടത്തില്ല. പിന്നെ അത് യൂസ്ഫുൾ വർക്കാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യത്തില്ല? ആ എനർജി തിരിച്ചു കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ അവൈലബിൾ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവൈലബിൾ എനർജി ആൻഡ് എൻട്രോപ്പി. അപ്പോൾ എൻട്രോപ്പി കൂടുന്നുണ്ട്. അപ്പം ഇറിവേഴ്സിബിൾ പ്രോസസ് നടക്കുന്ന സമയത്ത് ഇവിടെ എൻട്രോപ്പി കൂടുന്നുണ്ട്. പക്ഷേ ആ എൻട്രോപ്പി കൂടുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കുഴപ്പം കൂടി സംഭവിക്കുന്നുണ്ട്. നമ്മുടെ അവൈലബിൾ എനർജിയുടെ ഒരു ഭാഗം ഡിസിപ്പേറ്റിംഗ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി മറ്റു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ്ഫുൾ വർക്കായിട്ട് മാറ്റാൻ പറ്റില്ല. സോ എൻട്രോപ്പി ഇൻക്രീസസ് ബട്ട് അവൈലബിൾ എനർജി ഡിക്രീസസ്. അതുകൊണ്ട് ഇറിവേഴ്സിബിൾ പ്രോസസ് നടക്കുമ്പോൾ എൻട്രോപ്പി കൂടും, പക്ഷേ അവൈലബിൾ എനർജി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എൻട്രോപ്പി കൂടി അതിൻ്റെ ഒരു മാക്സിമം വാല്യൂയിലേക്ക് എത്തും. മാക്സിമം വാല്യൂയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ടെമ്പറേച്ചറെല്ലാം സെയിം ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ അവൈലബിൾ എനർജി ഇല്ലാതാവും. അതായത് ഹീറ്റ് ഡെത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവൈലബിൾ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പകരം എന്ത് കൂടുന്നുണ്ട്? എൻട്രോപ്പി കൂടുന്നു. അപ്പോൾ എൻട്രോപ്പി കൂടി എന്ത് ചെയ്യും? മാക്സിമം. പകരം ഇവിടുത്തെ അവൈലബിൾ എനർജി എന്ത് ചെയ്യും? കുറഞ്ഞ് സീറോ ആയിട്ട് മാറിയിട്ട് യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ വരും. അത് നമ്മൾ ഹീറ്റ് ഡെത്ത് എന്നൊക്കെ പറയും. അപ്പോൾ അത് മനസ്സിലാക്കുക. എൻട്രോപ്പി ഇൻക്രീസസ് ബട്ട് അവൈലബിൾ എനർജി ഡിക്രീസസ് ബിക്കോസ് മോസ്റ്റ് പ്രോസസ് ആർ ഇറിവേഴ്സിബിൾ. Then next, probability and disorder. നമുക്കറിയാം ഒരു സബ്സ്റ്റൻസ് ഞാൻ 3 സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ H2 കൊടുക്കുന്നു. H2ൻ്റെ 3 സ്റ്റേറ്റ് അതൊക്കെയാണ്: ഐസ്, സോളിഡ് സ്റ്റേറ്റ്, വാട്ടർ, ലിക്വിഡ് സ്റ്റേറ്റ്, സ്റ്റീം, gaseous state. അപ്പോൾ ഐസ്, വാട്ടർ, സ്റ്റീം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ ഐസ് ആകുമ്പോൾ സോളിഡാണ്. സോളിഡാകുമ്പോൾ നമുക്കറിയാം വെൽ അറേഞ്ച്ഡ് ആയിരിക്കും. അവിടുത്തെ H2 മോളിക്യൂൾസ് എല്ലാം പ്രോപ്പർലി അറേഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ അതൊരു ഓർഡേർഡ് സ്റ്റേറ്റ് ആണ്. വാട്ടർ ആയി കഴിയുമ്പോൾ അതിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ലെയറുകളായിട്ട് മാറും. സ്റ്റീമായി കഴിയുമ്പോഴോ ഹൈ കൈനറ്റിക് എനർജി ഉള്ളതാണ്. ഹൈ കൈനറ്റിക് എനർജി ഉള്ളതാകുമ്പോൾ ഒരു റാൻഡമായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ എന്തായി മാറും? ഡിസോർഡർ ആയി മാറും. നോക്കാം. അപ്പോൾ ഈ പ്രോസസ് ഐസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് വാട്ടറായി, ആ വാട്ടർ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് സ്റ്റീമായി. അപ്പോൾ ഹീറ്റ് എനർജി എല്ലാം അബ്സോർബ് ചെയ്യാൻ സമയത്ത് അതിൻ്റെ എൻട്രോപ്പി കൂടും. സോ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ എൻട്രോപ്പി ഇൻക്രീസസ് ഓർഡേർഡ് ആയിരുന്ന സ്റ്റേറ്റ് എന്തായി മാറി? ഡിസോർഡേർഡ് ആയിട്ട് മാറും. സോ എൻട്രോപ്പി കൂടുമ്പോൾ ഓർഡർ ആയിട്ടുള്ള സ്റ്റേറ്റ് ഡിസോർഡർ ആയിട്ട് മാറും. സോ നമുക്ക് ഈ എൻട്രോപ്പി എന്ത് പറയാം? ആ സിസ്റ്റത്തിൽ എന്തുമാത്രം ഓർഡർ ഉണ്ട് അല്ലെങ്കിൽ ഡിസോർഡർ ഉണ്ടെന്നുള്ള മെഷറായിട്ട് പറയാം. സോ ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കൂടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിഗ്രി ഓഫ് ഡിസോർഡർ കൂടി എന്നതാണ്. ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കൂടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്ത് കൂടി? ഡിസോർഡർ കൂടി എന്നാണ്. സോ എൻട്രോപ്പി നമുക്ക് പറയാം എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് degree of disorder. അല്ലെങ്കിൽ നമുക്ക് പറയാം എൻട്രോപ്പി ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് കയോസ് ഇൻ എ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ എന്തുമാത്രം കയോസ് ഉണ്ട്, എന്തുമാത്രം ഡിസോർഡർ ഉണ്ട്, അതിന്റെ പ്രോബബിലിറ്റിയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. സോ എൻട്രോപ്പി ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് കയോസ് ഇൻ എ സിസ്റ്റം, ഒരു ഡിസോർഡർ ഇൻ എ സിസ്റ്റം. അതാണ് എൻട്രോപ്പി, പ്രോബബിലിറ്റി ആൻഡ് ഡിസോർഡർ. എൻട്രോപ്പിക്ക് പ്രോബബിലിറ്റി ഡിസോർഡർ എന്നൊക്കെ വേണം. അപ്പോൾ ആലോചിക്കാം, ഐസ് സോളിഡ് സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ
ആ ഓൾറെഡി സ്റ്റേറ്റിന് വ്യത്യാസം ഉണ്ടാവും, അത് പിന്നെ സ്റ്റീം ആവും അല്ലേ. അപ്പോൾ ഹീറ്റ് എനർജി കൊടുത്തപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ അവിടെ എൻട്രോപ്പി കൂടി എന്ത് സംഭവിച്ചു? ഓർഡർലി ആയിരുന്ന സ്റ്റേറ്റ് ഡിസോർഡർ ആയിട്ട് മാറും. അതുകൊണ്ട് എൻട്രോപ്പി കൂടുക എന്ന് പറഞ്ഞാൽ ഡിസോർഡർ കൂടുക എന്നാണ്. സോ എൻട്രോപ്പി എന്ന് പറയാൻ ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർ or it is the probability of chaos or disorder in a system. What entropy is. Next, Closius inequality. സെക്കൻഡ് ഹാഫ് തെർമോഡൈനാമിക്സ് ഡിഫറെന്റ് പഠിച്ചു അല്ലേ. കെൽവിൻ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. അതിന്റെ വേറൊരു ഫോം മാത്തമാറ്റിക്കൽ ഫോം ആണ് ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി. സെക്കൻഡ് ഹാഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ഫോം. അപ്പോൾ ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി പറഞ്ഞ അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോൾ റിവേഴ്സിബിൾ സൈക്കിൾ കണ്ടു അല്ലേ. ഫോർ എ റിവേഴ്സിബിൾ സൈക്കിളിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? നമ്മൾ കാർനോട്ട്സ് എഞ്ചിൻ വെച്ച് പറഞ്ഞായിരുന്നു Q1/T1 ആണ് സോഴ്സിൽ നിന്ന് അല്ലേ. സിങ്കിലേക്കുള്ളത് Q2/T2 ആണ്. അപ്പോൾ അവിടെ Q1/T1 ഈക്വൽ ടു Q2/T2 ആണ്. therefore Q1/T1 മൈനസ് Q2/T2 ഈക്വൽ ടു 0 ആണ്. ശരി. Q1/T1 സോഴ്സിനാണ്, അതിനെ നമ്മൾ പോസിറ്റീവ് എടുത്തു. Q2/T2 തിരിച്ചു കിട്ടിയാൽ നമ്മൾ നെഗറ്റീവ് എടുത്തു. അപ്പോൾ Q1/T1 മൈനസ് Q2/T2 0. അപ്പോൾ ഇതെന്താണ് അവിടുത്തെ ടോട്ടലാണ് അല്ലേ. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ആണ്. dQ/T is equal to 0. അപ്പോൾ ഒരു റിവേഴ്സിബിൾ സൈക്കിളിലെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഇത് കാരണം രണ്ട് ഐസോതെർമൽ പ്രോസസ്, രണ്ട് അഡിയാബാറ്റിക് പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസ്സിന്റെ സമയത്ത് മാത്രമേ എന്തുള്ളൂ എൻട്രോപ്പി ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഐസോതെർമൽ പ്രോസസ്സിന്റെ സമയത്തുള്ള Q1/T1, രണ്ടാമത്തെ Q2/T2. ഇതിനെ പോസിറ്റീവ് എടുക്കുന്ന കാര്യം സോഴ്സ് കൊടുത്തു, ഇത് സിങ്കിലേക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ്, അതിന്റെ സംബന്ധം എന്തൊരു 0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് എ റിവേഴ്സിബിൾ സൈക്കിൾ ഈസ് 0. അപ്പോൾ റിവേഴ്സിബിൾ സൈക്കിളിന്റെ സമയത്ത് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് dQ/T ds ആണ്. നമ്മൾ ക്ലോസ്ഡ് ആണ് സൈക്കിൾ ആണ് d 0. അപ്പോൾ ഇറവേഴ്സിബിൾ സൈക്കിൾ ആണല്ലോ. ഇറവേഴ്സിബിൾ സൈക്കിളിന്റെ സമയത്ത് നമുക്ക് എന്തറിയാം? Q1/T1 തന്നെ സോഴ്സിൽ നമ്മൾ Q2/T2 സിംഗിൾ വരും. പക്ഷെ ഇവിടെ Q1/T1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ Q2/T2. അതുകൊണ്ട് Q1/T1 മൈനസ് Q2/T2 ലെസ് ദാൻ 0 അല്ലേ. അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ്. Q1/T1 മൈനസ് Q2/T2 ലെസ് ദാൻ 0 ആണ്. അങ്ങനെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ലെസ് ദാൻ 0. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ലെസ് ദാൻ 0. അപ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട്. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ പല ആൾക്കാരും കരുതി എൻട്രോപ്പി കുറഞ്ഞെന്ന് കരുതും. അതല്ല, അതാണ് മെയിൻ പോയിന്റ് ആലോചിക്കേണ്ട കാര്യം. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ലെസ് ദാൻ 0 എന്ന് ഉദ്ദേശിക്കാനുള്ള കാര്യം സോഴ്സിൽ നിന്ന് പോയതിനേക്കാൾ കൂടുതൽ തിരിച്ചു കിട്ടിയെന്നുള്ളതാണ്. സിസ്റ്റത്തിനകത്ത് സോഴ്സും ഉണ്ട്, സിങ്കും ഉണ്ട്. അപ്പോൾ ആ സോഴ്സിൽ നിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തതിനേക്കാൾ കൂടുതൽ തിരിച്ച് സിങ്കിലേക്ക്. അപ്പോൾ സോഴ്സിൽ നിന്ന് പോയതിന്റെ പോസിറ്റീവ് എന്നും സിങ്കിലേക്ക് കിട്ടിയത് നെഗറ്റീവ് എടുത്തത് കൊണ്ടാണ് ലെസ് ദാൻ 0 വരുന്നത്. എൻട്രോപ്പി കൂടി തന്നെയാണ് അർത്ഥം. സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കൂടി എന്ന് തന്നെയാണ് അർത്ഥം. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കും. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ലെസ് ദാൻ 0 എന്നാൽ നെഗറ്റീവ്. നെഗറ്റീവിന്റെ ഉദ്ദേശം എന്താണ്? സോഴ്സിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു? സിങ്കിലേക്ക് കൊടുത്തു. വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിന് എടുത്തതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു? സിങ്കിലേക്ക് കൊടുത്തു. അതാണ് ചേഞ്ച് നെഗറ്റീവ് വരാനുള്ള കാര്യം. രണ്ടാമത്തെ ടൈം കൂടുതൽ അർത്ഥമുള്ളൂ. രണ്ടാമത്തെ ടൈം കൂടുതൽ കിട്ടിയത് എൻട്രോപ്പി കൂടി. ഇത് ഉദ്ദേശിക്കുന്നത് എൻട്രോപ്പി കൂടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല ലെസ് ദാൻ കാണുന്ന സമയത്ത് ആരും എന്ത് തെറ്റിദ്ധരിക്കരുത്, എൻട്രോപ്പി കുറഞ്ഞു തെറ്റിദ്ധരിക്കരുത്. എൻട്രോപ്പി കൂടി എന്ന് തന്നെയാണ് അർത്ഥം. ഈ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുന്ന പ്രശ്നമാണ്. സോഴ്സിൽ നിന്ന് പോയതിന്റെ പോസിറ്റീവും സിങ്കിലേക്ക് തിരിച്ചു കിട്ടി നെഗറ്റീവും കിട്ടും. അപ്പോൾ പോയതിനേക്കാൾ കൂടുതൽ കിട്ടി, അതാണ് എൻട്രോപ്പി കൂടി. അപ്പോൾ രണ്ടു ചേർത്ത് നമുക്ക് എന്താ dQ/T ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ലെസ് ദാൻ ഇറിവേഴ്സിബിൾ സൈക്കിളിനെ ഉദ്ദേശിക്കുന്നു, ഈക്വൽ ടു 0 എന്ത് ചെയ്യുന്നു? റിവേഴ്സിബിൾ സൈക്കിൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ
ഇവിടെ ലെസ് ദാൻ സിമ്പിൾ റിവേഴ്സിബിൾ സൈക്കിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഈക്വൽ റിവേഴ്സിബിൾ സൈക്കിളിനെ റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ക്ലോഷ്യസ് ഇൻ ഇക്വാലിറ്റി. ഇതാണ് ക്ലോഷ്യസ് ഇൻ ഇക്വാലിറ്റി. ഇനി ഇതെങ്ങനെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആവും. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞാൽ എന്താണ്? പല സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് നമുക്ക് ക്ലോഷ്യസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തിന് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമേ എന്ത് ചെയ്യൂ? ഹീറ്റ് ഫ്ലോ ചെയ്യൂ. ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തിന് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമേ ഹീറ്റ് ഫ്ലോ ചെയ്യൂ. ഇപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഫ്ലോ ചെയ്യും. ശരി, ഇങ്ങോട്ട് മാത്രമേ എനർജി ഫ്ലോ ചെയ്യൂ. അതാണ് നാച്ചുറൽ പ്രോസസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? 50 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ജൂൾ പോയെന്ന് എഴുതുക. 100 ജൂൾ. അപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് പോയ എന്ത് ചെയ്തു? 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് 100 ജൂൾ പോയി. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ ഭാഗത്ത് അപ്പോൾ അവിടെ 100/50 എൻട്രോപ്പി കിട്ടി. എനർജി ബൈ ടെമ്പറേച്ചർ. എനർജി ബൈ ടെമ്പറേച്ചർ എത്ര വരും? 2 വരും. ഇവിടെ ആകുമ്പോഴോ 100/10 കിട്ടിയ എനർജി ബൈ ടെമ്പറേച്ചർ. അപ്പോൾ എത്ര വരും? 10 വരും. ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് പറയുന്നത്. ഹാർട്ട് ശരിയല്ല, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു? ഈ പോയതിനെ പ്ലസ് ഈ കിട്ടിയതിനെ മൈനസ് എടുക്കാം. അപ്പം എന്ത് വരും? +2 - 10. അപ്പോൾ -8. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് വന്നു. റിവേഴ്സിബിൾ ആണ്. തിരിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത്രയുള്ള സംഭവം. അപ്പം ടെമ്പറേച്ചർ കൂടിയതിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ ചേഞ്ച്. അപ്പം ഇവിടെ പറയുന്നത് തന്നെയാണ്. ഒന്നുകിൽ ടോട്ടൽ ചേഞ്ച് 0 ആയിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ ചേഞ്ച് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചേഞ്ച് 0 എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി റിമെയിൻസ് ചെയ്യും. ടോട്ടൽ ചേഞ്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഇൻക്രീസസ്. അപ്പോൾ എൻട്രോപ്പി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. എൻട്രോപ്പി എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നത്? ലോ ടെമ്പറേച്ചറിൽ ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ. ലോയിൽ നിന്ന് ഹൈയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. എൻട്രോപ്പി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒന്നുകിൽ 0 ആവാം, എൻട്രോപ്പി റിമെയിൻ സെയിം ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യാം. അത് റിവേഴ്സിബിൾ സൈക്കിൾ നടക്കും, ഇറിവേഴ്സിബിൾ നടക്കും. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ആ രണ്ട് സമയത്തും ടെമ്പറേച്ചർ കൂടിയ ഭാഗത്ത് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തേക്ക്, ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത്. കാരണം അങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത് വരും? പോസിറ്റീവ് വരും. പോസിറ്റീവ് വരിക എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഡിക്രീസ് ചെയ്ത അർത്ഥം വരും. അതുകൊണ്ട് എൻട്രോപ്പി ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആയിരിക്കും, അല്ലെങ്കിൽ എൻട്രോപ്പി റിമെയിൻസ് ചെയ്യും. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഇൻക്രീസസ്. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? എൻട്രോപ്പി പോസിറ്റീവ് ആകത്തില്ല. എൻട്രോപ്പി ചേഞ്ച് ഈ പറഞ്ഞ പോലെ എന്താകത്തില്ല? കാരണം എൻട്രോപ്പി ഡിക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. എൻട്രോപ്പി ഡിക്രീസ് ചെയ്യാൻ എപ്പോഴും ഡിക്രീസ് ചെയ്യൂ? ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്ത് നിന്ന് ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തേക്ക് പോകും. അപ്പോൾ ആ പ്രോസസ് നടക്കുന്നത്. അതാണ് സെക്കൻഡ് ഹാഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അതാണ് ക്ലാഷസ് ഇൻ ഇക്വാലിറ്റിയും എന്തുതന്നെയാണ് സെക്കൻഡ് ഹാഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ഫോം. അത് നേഴ്സ് തിയറം. നേഴ്സ് തിയറം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ വേണം, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഹീറ്റ് കപ്പാസിറ്റീസ് ഉണ്ട്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. amount of heat energy required to rise the temperature of given substance by 1 degree Celsius or 1 Kelvin. അല്ലേ? ഒരു കെൽവിൻ കൂട്ടാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയെ പറഞ്ഞതാണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റി അല്ലെങ്കിൽ പോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ഇതെല്ലാം ടെൻസ് ടു 0. എന്തായി മാറും? 0 ആയിട്ട് മാറും. എപ്പോഴാണെന്ന് അറിയാമോ? ആസ് ടെമ്പറേച്ചർ ടെൻസ് ടു അബ്സല്യൂട്ട് 0. അപ്പോൾ നേഴ്സ് തിയറം പറഞ്ഞതാണ് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്, എല്ലാവർക്കും ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. ആ ഹീറ്റ് കപ്പാസിറ്റി 0 ആയിട്ട് മാറും. എപ്പോൾ? ടെമ്പറേച്ചർ അബ്സല്യൂട്ട് 0 ആയിട്ട് മാറുമ്പോൾ. ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ അതിന്റെ ഹീറ്റ് കപ്പാസിറ്റിയും കുറഞ്ഞു വരും. ഒരു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം എടുക്കും. വെറുതെ പറയാൻ കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം എടുക്കുന്നു. അപ്പോൾ ആ കോപ്പറിന്റെ ടെമ്പറേച്ചർ നമ്മൾ കുറച്ചുകൊണ്ട്, ഇപ്പം റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് നമ്മൾ കുറച്ചുകൊണ്ട് വരും. 27 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതിന്റെ കെൽവിൻ എടുക്കണം, 300 കെൽവിൻ. ആ 300 കെൽവിൻ നമ്മൾ കുറയ്ക്കുന്നു. 299, 298, 297 കുറച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കറിയാം ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ടതാണ്. പക്ഷേ ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തില്ല. ആ ഹീറ്റ് കപ്പാസിറ്റിയും കുറയും. ആ ഹീറ്റ് കപ്പാസിറ്റി കുറഞ്ഞത് എന്തായി മാറും? 0 ആയിട്ട് മാറും. എപ്പോഴാണ്? ടെമ്പറേച്ചർ അബ്സല്യൂട്ട് 0 ആകും. എന്ന് മാത്രമല്ല അവിടുത്തെ ഇന്റർണൽ എനർജി U ആൻഡ് എൻട്രോപ്പി S, ഈ US എന്തായിട്ട് മാറും അറിയാമോ? ടെൻസ് ടു 0. അവിടുത്തെ എൻട്രോപ്പിയും ഇന്റർണൽ എനർജി എന്ത് ചെയ്യും? അവിടെ മിനിമം വാല്യൂവിലേക്ക്
മാറും. ആ മിനിമം വാല്യൂ എന്താണെന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യും? 0യിലേക്ക് മാറും. ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് 0 ആവുകയാണ് ചെയ്യുക. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് 0 കെൽവിനിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഹീറ്റ് കപ്പാസിറ്റിയും കുറയും. ഈ ഇന്റർണൽ എനർജിയുടെയും എൻട്രോപ്പിയുടെയും വാല്യൂ ഈക്വൽ ആയിട്ട് മാറും. ഇന്റർണൽ എനർജിയുടെയും എൻട്രോപ്പിയുടെയും വാല്യൂ എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. എന്ന് മാത്രമല്ല അവർ എന്തിലേക്ക് ടെൻഡ് ചെയ്യും? ടെൻഡ്സ് ടു 0. അവരുടെ വാല്യൂ 0യിലേക്ക് മാറും. ഇതാണ് നെയിൻസ് തിയറം. ഇതാണ് നെയിൻസ് തിയറം. നെയിൻസ് തിയറം പറഞ്ഞതാണ്. അപ്പോൾ നെയിൻസ് തിയറം പറയുന്നു ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് അബ്സല്യൂട്ട് 0യിലേക്ക്, അതായത് 0 കെൽവിനിലേക്ക് കുറയുമ്പോൾ ആ സബ്സ്റ്റൻസിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ വാല്യൂ 0യിലേക്ക് മാറാൻ തുടങ്ങും. അതുകൂടാതെ ആ സബ്സ്റ്റൻസിന്റെ ഇന്റർണൽ എനർജി, എൻട്രോപ്പി എന്നിവ ഈക്വൽ ആയിട്ട് മാറും. എന്നിട്ട് എന്തായി തീരും? 0യിലേക്ക് ടെൻഡ് ചെയ്യും. ഇതാണ് നെയിൻസ് തിയറം. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ആർ സോളിഡ്സ് ടെൻഡ്സ് ടു 0 ആസ് ടെമ്പറേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് ടെൻഡ്സ് ടു അബ്സല്യൂട്ട് 0. its internal energy and entropy becomes equal at that temperature and asymptotically tends to 0. അത് 0യിലേക്ക് പോകും.